Good afternoon. Okay. നമ്മള് ബ്ലഡ് ബാങ്കിന്റെ ലാസ്റ്റ് സെക്ഷനിൽ എത്തി നിൽക്കുകയാണ് അല്ലെ. ലാസ്റ്റ് ഭാഗമല്ലേ നമുക്ക് പറഞ്ഞത് 2 പോയിന്റ് പറഞ്ഞായിരുന്നു അല്ലെ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് എൻഷ്യൂർ 2 പോയിന്റ്സ് അല്ലേ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ. അതിന്റെ വേഗം നമുക്ക് 3 പോയിന്റും കൂടി ഉണ്ട്, അതങ്ങ് തീർക്കാം. എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? അപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കിയത്. ഫസ്റ്റ് പോയിന്റ് എന്താ? ടു കീപ് പ്രോപ്പർ സിസ്റ്റം ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോൾ അത് പാലിക്കുന്നുണ്ട്, ആ ബ്ലഡ് ബാങ്ക് അത് ഫോളോ ചെയ്യുന്നുണ്ട്, അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഉറപ്പുവരുത്തേണ്ട കാര്യമാണ്. അപ്പൊ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, പ്രിലിമിനറി ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഏത് പറഞ്ഞേ, പ്രീ ഡൊണേഷൻ ചെക്കപ്പുകള് നമ്മൾ പറഞ്ഞു 18 ഒതുങ്ങി 65 വയസ്സിനിടയിലായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഹെൽത്തിയും ഫിറ്റും ആയിരിക്കണം എന്ന് പറഞ്ഞു. വെയിറ്റ് 45 kg ഫുള്ളായിരിക്കണം. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് പ്രോപ്പർ ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട് ബ്ലഡ് ബാങ്ക് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞത് പോയിന്റ്? വെരിഫൈ ഇൻസിഡന്റ് ഫോം റിലേറ്റഡ് ടു ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ, പ്രോപ്പർ മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ്. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ വെരിഫൈ ചെയ്യുക, പിന്നെ റെക്കോർഡുകൾ പ്രോപ്പർ ആയിട്ട് മെയിൻ്റനൻസ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. ബ്ലഡും ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യുക. സ്റ്റോറേജ്, പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് പ്രോഡക്ട്സ്. Then fourth point നോക്കിയേ, ഡിപ്പാർട്ട്മെന്റ് ഈസ് കൺട്രോൾഡ് ബൈ വെൽ ട്രെയിൻഡ് ആൻഡ് ക്വാളിഫൈഡ് പേഴ്സണൽ. ഈ ഡിപ്പാർട്ട്മെന്റിന്റെ കൺട്രോള് ആര് കൺട്രോൾ ചെയ്യണം? നല്ല ട്രെയിനിങ് കിട്ടിയ, അപ്പൊ ബ്ലഡ് ബാങ്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അവരുടെ നല്ല ട്രെയിനിങ് കിട്ടിയ അല്ലെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥര് ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യണം. ഇപ്പൊ വേറെ മറ്റുള്ള ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ ഉള്ളവര് അങ്ങനെ എന്താ പറയാ, അവർക്ക് ഓരോരുത്തർക്കും ഓരോ സെക്ഷനും കാര്യങ്ങളും ഉണ്ടല്ലോ, അതില് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ തന്നെ ഹാൻഡിൽ ചെയ്യുകയായിരിക്കും നല്ലത് അല്ലെ. നമ്മൾ ഇതിനകത്താണ് ഇപ്പൊ നമ്മൾ സ്കൂളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചിങ്ങിനൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യലൈസ്ഡ് സബ്ജക്റ്റ് ഉണ്ട്. അപ്പൊ അതായിരിക്കും കുറച്ചും കൂടി, നമുക്ക് എല്ലാ സബ്ജക്റ്റും എടുക്കുമെങ്കിൽ പോലും നമുക്ക് നമ്മുടേതായ ആ ഒരു പ്രിഫറൻസ് അതിനായിരിക്കും. അപ്പൊ അതിൽ നമ്മൾ ഫുള്ളി ക്വാളിഫൈഡ് ആയിരിക്കും അല്ലേ, അങ്ങനെയല്ലേ. അപ്പൊ അതിനാണ് ഓരോരുത്തരുടെ സ്പെഷ്യലൈസ് ചെയ്തത്. ചിലര് ഇത് മാത്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഫിസിക്സ്, അല്ലെങ്കിൽ നമ്മള് സയൻസ് സബ്ജക്റ്റുകൾ ഹാൻഡിൽ ചെയ്യുന്നവര് മാത്സ്. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സെക്ഷനായിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മൾ എടുത്തതിന് നമ്മുടെ ലെവൽ അനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചതിന്റെ BEd ഇതിലാണ് കംപ്ലീറ്റ് ചെയ്ത്, ഡിഗ്രി ഏതാണ്, അതൊക്കെ വെച്ചിട്ട് അതിൽ അതുപോലെ ഓരോ ഇതിലും നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ വേണം അത് കൈകാര്യം ചെയ്യാൻ. എന്തെങ്കിലാണ് കുറച്ചും കൂടി നല്ല ഇതാവുള്ളൂ അല്ലെ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞേക്കുന്നത് ബ്ലഡ് ബാങ്ക് ആ ഡിപ്പാർട്ട്മെന്റ് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള, നല്ല ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ആള് വേണം കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, അപ്പൊ അങ്ങനെയല്ലേ, അല്ലെങ്കിൽ അങ്ങനെയാണെന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. Then നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കിയേ, മേക്ക് അറേഞ്ച്മെന്റ്സ് ഫോർ മീറ്റിംഗ് ടു ഐഡന്റിഫൈ ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റൽ ഇഷ്യൂസ്. നമുക്ക് മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യാനായിട്ട്, എന്തിനു വേണ്ടിയാ? ടു ഐഡന്റിഫൈ നമ്മള് ആൻഡ് സെറ്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇഷ്യൂസ്. ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങള് മനസ്സിലാക്കാനും അതിനൊരു സൊല്യൂഷൻ കാണാൻ, അത് സെറ്റിൽ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് എന്തായാലും മീറ്റിംഗ്, ഏതൊരു ഇതിലാണെങ്കിലും നമുക്ക് മീറ്റിംഗ് എന്ന് പറഞ്ഞത് സംഭവം ഒഴിച്ചുകൂടാൻ പറ്റില്ല അല്ലെ. ഓഫീസിലായിക്കോട്ടെ മറ്റുള്ളടത്തൊക്കെ ആയിക്കോട്ടെ. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട ആളുകളൊക്കെ കൂടി ഒരു മീറ്റിംഗ് കൂടി അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, കാര്യങ്ങളൊക്കെ എടുക്കുക, അതായിരിക്കും ഉചിതമായിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഈ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങള്, പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അതിനൊരു സൊല്യൂഷൻ കാണാനും ഒക്കെ വേണ്ടിയുള്ള ഒരു മീറ്റിങ്ങുകളും അറേഞ്ച് ചെയ്യുക. നെക്സ്റ്റ് നോക്കി, ഓൾസോ ടു റിവൈസ് എക്സിസ്റ്റിംഗ് പോളിസി. അപ്പൊ നിലവിലുള്ള നയങ്ങൾ,
എക്സിസ്റ്റിംഗ് പോളിസി, നിലവിലുള്ള നയങ്ങൾ റിവൈസ് ചെയ്യും വേണമെന്ന്. ഇപ്പൊ അതാണെങ്കിലും ഇങ്ങനെയുള്ള മീറ്റിംഗ് കാര്യങ്ങൾ അതിനു മുന്നേ എന്താണ് നിലവിലുള്ള നയങ്ങൾ എന്തൊക്കെയാണെന്ന് അത് റിവൈസ് ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അത് സെറ്റിൽ ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടതും ആരാണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഓക്കെ, അങ്ങനെ 5 പോയിന്റ് ആണ് അതിനകത്ത് പറയുന്നത്. അത് അപ്പൊ അതിനകത്ത് പോയിന്റ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തതോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ പ്രോട്ടോകോള് അത് ആ ഒരു ഇത് ഹോസ്പിറ്റല് ഫോളോ ചെയ്യുന്നുണ്ട്, അത് കീപ്പ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഫോമുകൾ പരിശോധിക്കുക, റെക്കോർഡുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻസ് ചെയ്യുക, ബ്ലഡ് പ്രോഡക്ട്സും ഒക്കെ പ്രോപ്പറായിട്ട് സ്റ്റോറേജ് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റ് വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ വേണം ഡിപ്പാർട്ട്മെന്റ് കൺട്രോൾ ചെയ്യാനായിട്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് ഡിപ്പാർട്ട്മെന്റിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അത് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള മീറ്റിങ്ങുകൾ അറേഞ്ച് ചെയ്യുക. പിന്നെ നമ്മൾ നിലവിലുള്ള പോളിസികൾ റിവൈസ് ചെയ്യുക. അത്രയാണ് അതിനകത്ത് വരുന്നത്. ഓക്കെ, നമ്മുടെ ആ ചാപ്റ്റർ കഴിഞ്ഞു, ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് കേട്ടോ എടുക്കുന്നത്. ചാപ്റ്റർ 5 ആണ് CSSD എന്ന് പറയും. ഒരു മിനിറ്റ് ഞാനതൊന്ന് ഷെയർ ചെയ്തിടാം. CSSD. ഓക്കെ, ഇവിടെ ഷെയർ ചെയ്തേക്കുന്ന സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, കാണുന്നില്ലേ? CSSD, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സ്പാൻഡ് CSSD. ആദ്യം തന്നെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കുക. എന്താണ് CSSD എന്ന് പറഞ്ഞാൽ? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റുകളോ പേരുകളോ അവിടെ എന്തൊക്കെയാന്ന് ജസ്റ്റ് നമ്മളൊന്ന് മെൻഷൻ ചെയ്ത് പോകണത് ഡിപ്പാർട്ട്മെന്റില്. CSSD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിൽ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് അവിടെ ചെയ്യണേന്ന് അറിയോ നിങ്ങൾക്ക്? CSSDയില് സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് എന്താണെന്നറിയോ? പേഷ്യന്റിന്റെ ഒക്കെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എക്യുപ്മെന്റ്സുകൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കുക. അതാണ് സ്റ്റെറിലൈസ് ചെയ്യുക എന്നുള്ളത്. സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെങ്കിൽ ഡിസിൻഫെക്ഷൻ അണുനശീകരണം നടത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിലെ സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിച്ചിട്ടുള്ള യൂസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഇല്ലേ? ഇപ്പൊ സർജറി ചെയ്യുമ്പോൾ അതിന് വേണ്ട സിസേഴ്സ് മറ്റുള്ള അനുബന്ധിച്ചിട്ടുള്ള സാധനങ്ങൾ അങ്ങനെ. അപ്പൊ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് വരുന്നാവാം, റേഡിയോളജിയിൽ നിന്ന് വരുന്നാവാം. അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉപയോഗിക്കുന്ന ഒരു ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് സ്ട്രെയിന് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വീണ്ടും അത് ഉപയോഗിച്ചുകൊണ്ട് അടുത്ത പേഷ്യന്റിന് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എന്ത് ചെയ്യണം? ഡിസിൻഫെക്ഷൻ നടത്തണം, അണുനശീകരണം ചെയ്യണം അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാമിനേഷൻ ഒക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അത് അതുപോലെ തന്നെ വേറൊരു പേഷ്യന്റ് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പേഷ്യൻസിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ അതൊക്കെ പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തിയിട്ട് വേണം വേറെ പേഷ്യൻസിനൊക്കെ ഉപയോഗിക്കാൻ. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിലുള്ള പല ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസുകള് എക്യുപ്മെന്റ്സുകള് CSSD എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവരും. അവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവിടെ പ്രോപ്പർ ആയിട്ട് ഇത് സ്റ്റെറിലൈസ് ഡീറ്റെയിൽ തന്നെ പഠിക്കാൻ കേട്ടോ. അതിന്റെ ഓരോ ഫങ്ഷണൽ ഏരിയാസ് അതിനകത്ത് അവർ ഫോളോ ചെയ്യുന്ന രീതികള് ഓരോ സെക്ഷനുകള് ഒക്കെ പഠിക്കാനുണ്ട് നമുക്ക് ഡീറ്റെയിൽ. അപ്പൊ പഠിക്കാം നമുക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കളക്ട് ചെയ്ത സാധനങ്ങൾ എക്യുപ്മെന്റ്സുകൾ അവിടെ എന്ത് ചെയ്യുന്നു? CSSDയില് അത് സ്റ്റെറിലൈസ് ചെയ്യുന്നു, അണുനശീകരണം നടത്തുന്നു. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്തിട്ട് അത് തിരിച്ച് ആ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും തന്നെ ആവശ്യാനുസരണം എന്ത് ചെയ്യുന്നു? അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഹോസ്പിറ്റലിന്റെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആയിട്ട് ഇത് ഡിസിൻഫെക്ഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ് അല്ലെ? അപ്പൊ ആ എക്യുപ്മെന്റ്സ് അതുപോലെ തന്നെ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല.
ഇപ്പൊ എല്ലാ എക്യുപ്മെന്റ്സും നമുക്ക് ഓരോ പേഷ്യൻസിന് പുതിയത് വാങ്ങാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അപ്പൊ അതൊരു പേഷ്യൻസിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് ഉപയോഗിക്കുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അത് സ്റ്റെറിലൈസ് ചെയ്യണം, അണുനശീകരണം നടത്തണം. നേരത്തെയൊക്കെ സിറിഞ്ചൊക്കെ നേരത്തെ അത് ഇങ്ങനെ സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇത് അതൊക്കെ നിസ്സാര വിലയുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയത് ഓരോന്നും പുതിയ പേഷ്യൻസിന് ഓരോ സിറിഞ്ചൊക്കെ എടുക്കുന്നത് അല്ലെ. നേരത്തെ അതും സ്റ്റെറിലൈസ് ചെയ്തിട്ടൊക്കെയായിരുന്നു പണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സിറിഞ്ച് നീഡിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വലിയ വലിയ എക്യുപ്മെന്റ്സുകളൊക്കെ ഇല്ലേ. അപ്പൊ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പുതിയത് വാങ്ങാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഒരു പേഷ്യൻസിന് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ ഈ CCTയിൽ വന്ന് എല്ലാം സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ കൊടുക്കുക ചെയ്യുന്നത്. ഒരു ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? ഈ സ്റ്റെറിലൈസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്തിനു വേണ്ടിയിട്ടാ ചെയ്യുന്ന? അപ്പൊ എന്തിനാ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യണേ? എന്തിനു വേണ്ടിയിട്ടാ? അണുവിമുക്തമാവാൻ. ഓക്കെ. അതായത് പേഷ്യന്റ് എല്ലാത്തിനും അതിൽ നിന്നുള്ള ജേംസുകൾ ഒക്കെ മൈക്രോബ്സിനെ ഒക്കെ കളയണം അല്ലെ. ഫോർ ദ സേഫ്റ്റി. ഓക്കെ, വെരി ഗുഡ്. സേഫ്റ്റി, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ. പേഷ്യന്റിന്റെ ഡിസീസ് സ്പ്രെഡ് ആവാതിരിക്കാൻ. കണ്ടോ എത്ര നല്ല ആൻസറുകൾ വന്നേന്ന് നോക്കിയേ. ഇൻഫെക്ഷൻ ഇല്ലാതിരിക്കാൻ അല്ലെ. ഓക്കെ, സേഫ്റ്റി, പേഷ്യന്റിന്റെ സുരക്ഷിതത്തിന് വേണ്ടി ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ എക്യുപ്മെന്റ്സുകൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ CSSD എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം പഠിച്ചു വെക്കണം. സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നമുക്ക് ഇൻട്രൊഡക്ഷനിലേക്ക് കടക്കാം. ഓക്കെ, ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നോക്കി. From an infection control view, it is necessary. Necessary എന്ന് വെച്ചാൽ എന്താ? അത്യാവശ്യമാണ്. Necessary to make sure that proper disinfection of surgical equipment is done. Disinfection ചെയ്യുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, അണുനശീകരണം നടത്തുക. അതാണ് ഡിസ്ഇൻഫെക്ഷൻ എന്നുള്ളതിന്റെ മീനിങ്. അപ്പൊ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ച് നമുക്ക് എന്താണ്? സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ പ്രോപ്പർ ആയിട്ട് അണുനശീകരണം നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ലെ. അല്ലെങ്കിലോ അതിൽ കൂടെ ഇൻഫെക്ഷൻ വരാം അല്ലെ. അത് സെയിം നമ്മളെ ഒരാൾക്ക് ഉപയോഗിച്ചിട്ടുള്ള ആ ഇൻസ്ട്രുമെന്റ് സെയിം തന്നെ വേറെ ആൾക്ക് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ കൂടെ നമുക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പൊ അതുകൊണ്ട് ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ വ്യൂ അനുസരിച്ചിട്ട് നമുക്ക് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് അണുവിമുക്തമാക്കുന്നുണ്ട്. അത് അണുവിമുക്തമാക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. If the instruments are microbially tainted, tainted എന്ന് വെച്ചാൽ contaminated എന്നുള്ള മീനിങ് ആട്ടോ. മലിനമാവുക, taint, മലിനമാവുക, taint, contaminated എന്നുള്ള മീനിങ് തന്നെയാണ് taint എന്നുള്ളത് വന്നത്. Okay. If instruments are microbially tainted, this leads to an increased likelihood of contamination and later infection of the surgical wound. അപ്പൊ നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ, പെയിന്റ് ആണെങ്കിൽ, മലിനമാണെങ്കിൽ എന്താണ്? ഇതെല്ലാം സെയിം മീനിങ് തന്നെയാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മൈക്രോബിയലി പെയിന്റ് ആണെങ്കിൽ, കണ്ടാമിനേറ്റഡ് ആണെങ്കിൽ എന്താ? ദിസ് ലീഡ്സ് ടു ആൻ ഇൻക്രീസ്ഡ് ലൈക്ലിഹുഡ് ഓഫ് കണ്ടാമിനേഷൻ ആൻഡ് ലേറ്റർ ഇൻഫെക്ഷൻ ഓഫ് ദ സർജിക്കൽ വൂണ്ട്. എന്താ പറഞ്ഞേക്കുന്നത്? നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് തന്നെ മലിനമാണെങ്കിൽ പിന്നീട് അതൊരു മലിനീകരണത്തിനും സർജിക്കൽ വൂണ്ടിൽ കൂടെയുള്ള ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീടുള്ള മലിനീകരണത്തിനും ആ വൂണ്ടിൽ കൂടെ ഉള്ള ആ വൂണ്ട് എന്ന് വെച്ചാൽ എന്താ? മുറിവ്. സർജിക്കൽ വൂണ്ടിൽ കൂടെയുള്ള ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ എടുക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ്, ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ സർജറി ചെയ്യുന്നു, സിസേഴ്സ്. അപ്പൊ നമ്മൾ ആ എടുക്കുന്ന സിസർ തന്നെ എന്താണ്? മലിനമാണെങ്കിലോ ആ വൂണ്ടിൽ കൂടെ ഇൻഫെക്ഷൻ വരാൻ പാടില്ലേ? അതിൽ ആ സിസേഴ്സ് എടുക്കുന്ന സിസേഴ്സിൽ തന്നെ ചെറിയൊരു ഇൻഫെക്ഷൻ ഉണ്ട്, മൈക്രോബ്സ് ഉണ്ട് എങ്കിൽ ആ വൂണ്ടിൽ കൂടെ, ആ സർജറി ചെയ്യുമ്പോൾ ആ മുറിവിൽ കൂടെ തന്നെയുള്ള ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു.
As a result, അതിന്റെ ഫലമായിട്ട് എന്താ, appropriate sterilization of surgical equipment is suggested as one of the basic and accepted measure against surgical site infection. അവിടെ ഒരു expanded form ഉണ്ട്, SSI, expand SSI. ഏതാണ്? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. അതിന്റെ ഫലമായിട്ട്, ആസ് എ റിസൾട്ട്, അതിന്റെ ഫലമായിട്ട് നമ്മുടെ സർജിക്കൽ സൈറ്റിലെ ഇൻഫെക്ഷന് എതിരെയായിട്ടുള്ള ഒരു അടിസ്ഥാനവും അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി സർജിക്കൽ ഇൻസ്ട്രുമെന്റിന്റെ ഉചിതമായിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ആ ഇൻസ്ട്രുമെന്റിന്റെ സർജിക്കൽ പോണ്ടിൽ കൂടെയുള്ള പിന്നീടുള്ള ആ ഒരു ഇൻഫെക്ഷന്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു, നമ്മൾ എടുക്കുന്ന ഇൻസ്ട്രുമെന്റ് തന്നെ മലിനമാണെങ്കിൽ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്താ, അപ്രോപ്രിയേറ്റ് സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, പ്രോപ്പർ ആയിട്ട് സർജിക്കൽ എക്യുപ്മെന്റ്സ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യുക എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. ആസ് വൺ ഓഫ് ദ ബേസിക് ആൻഡ് അക്സെപ്റ്റഡ് മെഷേഴ്സ് എഗൻസ്റ്റ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷന് എതിരെയായിട്ടുള്ള ഒരു അടിസ്ഥാനവും ഒരു അക്സെപ്റ്റഡ് മെഷർ, ഒരു അംഗീകൃതമായിട്ടുള്ള നടപടികളിൽ ഒന്നായി എന്ത്, സ്റ്റെറിലൈസേഷൻ ഓഫ് സർജിക്കൽ എക്യുപ്മെന്റ് എന്നുള്ളത് സജസ്റ്റ് ചെയ്തു. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമ്മൾ ഈ എക്യുപ്മെന്റ്സിന്റെ പ്രോപ്പർ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ സജസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത്. അപ്പൊ അതിനകത്ത് നിങ്ങൾ എന്താണ്, ആ എക്സ്പാൻഡഡ് ഫോം ഒക്കെ നോക്കി വെക്കണം കേട്ടോ. എക്സസൈസ് എന്നുള്ളത് നോക്കുക. ഇനി അടുത്തത്, ഇനിയാണ് അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ് CSSD എന്ന് പറയുന്നത്. വാട്ട് ഈസ് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്, CSSD. എന്താ? The CSSD consists of those services within a hospital. ഹോസ്പിറ്റലിനുള്ളിലുള്ള ഒരു സർവീസ് തന്നെയാണ് CSSD എന്ന് പറയുന്നത്. Services within a hospital which accepts, stores, process, distribute and controls professional supplies and equipment, both sterile and non-sterile, and from all the department of the hospital for the care and safety of patient. ഇതെല്ലാം ചെയ്യുന്നത് എന്തിനാണ്? പേഷ്യൻസിന്റെ കെയറിന് വേണ്ടി, നല്ലൊരു പരിചരണത്തിന് വേണ്ടിയിട്ട്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടാണ്. ഇനി പിന്നീട് ആ ഒരു ഇൻസ്ട്രുമെന്റിൽ കൂടെ ആ പേഷ്യന്റിന് ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല അല്ലെ. അപ്പൊ അങ്ങനെ ആ പേഷ്യന്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, കെയറിന് വേണ്ടിയിട്ട് പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകള്, ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല, ഓപ്പറേഷൻ തിയേറ്ററിന്നാവാം, റേഡിയോളജിന്നാവാം, അങ്ങനെ പല സപ്പോർട്ടീവ് ആയിട്ട് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഉപയോഗിക്കുന്ന, ലേബർ റൂമിൽ നിന്നാവാം, അങ്ങനെ ഏതാണെങ്കിലും അങ്ങനെ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകള് ഏതാണ്, അത് പ്രോസസ് ചെയ്യുകയും അതായത് സ്റ്റെറിലൈസ് ചെയ്യുകയും അത് എല്ലായിടത്തു നിന്നുള്ള അത് ഇവിടെ റിസീവ് ചെയ്ത് CSSDയിൽ റിസീവ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സ്വീകരിക്കാം, റിസീവ് ചെയ്ത് സ്റ്റോർ ചെയ്ത് അവിടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ നടത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. ഇത് സ്റ്റെറിലൈസ് ചെയ്തതും സ്റ്റെറിലൈസ് ചെയ്യാത്തതുമായിട്ടുള്ള അതൊക്കെ ക്ലീൻ ആക്കേണ്ടതാണെങ്കിൽ അങ്ങനെ. അപ്പൊ എന്തായാലും സ്റ്റെറിലൈസ് ചെയ്തതും നോൺ സ്റ്റെറൈൽ ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എല്ലാം സപ്ലൈ ചെയ്യുകയും ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു സർവീസ് ആണ് CSSD എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അത് ഹോസ്പിറ്റലിലെ പല ഡിപ്പാർട്ട്മെന്റുകളിലും ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് റിസീവ് ചെയ്ത് അവിടെ സ്റ്റോർ ചെയ്ത് പ്രോസസ് എന്ന് പറഞ്ഞാൽ സ്റ്റെറിലൈസേഷൻ, അതിന്റെ സ്റ്റെപ്സ് ഒക്കെ പഠിക്കാനുണ്ട് കേട്ടോ നമുക്ക്. അവിടെ പ്രോപ്പർ ആയിട്ട് അവരവിടെ അത് സ്റ്റെറിലൈസ് ചെയ്ത് ആ ഡിപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ തന്നെ തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്തിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അത് സ്റ്റെറിലൈസ് ചെയ്തതും സ്റ്റെറിലൈസ് ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ എക്യുപ്മെന്റ്സുകളും ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ വരുന്ന ഒരു സർവീസ് ആണ് CSSD. ഇതെല്ലാം എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? ഫോർ ദ കെയർ ആൻഡ് സേഫ്റ്റി ഓഫ് പേഷ്യന്റിന്റെ കെയർ, പരിചരണത്തിനും സേഫ്റ്റിക്കും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്.
ഓക്കെ, ഇനി അതിനകത്ത് താഴെ അവിടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നുണ്ട്. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കി, ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് നോക്കി. ഫസ്റ്റ് വൺ എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. ഇവിടെ ചോദിക്കാം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്? ഏത് ഡിപ്പാർട്ട്മെന്റാ? CSSD. ഓക്കെ, ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടാവും. Which department supplies sterilized material? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? CSSD ആണ്. ഡയറ്ററി ഉണ്ടാവാം, ഡയാലിസിസ് ഉണ്ടാവാം, ഹൗസ് കീപ്പിംഗ് ഉണ്ടാവാം, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉണ്ടാവും. കറക്റ്റ് ആൻസർ ഉണ്ടാവും. ഏത് കറക്റ്റ് ആൻസർ? സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകളൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറയുന്നത്. ഒരു സർവീസ് ആണ് CSSD എന്ന് പറയുന്നത്. ഇവിടെ നോക്കിയേ, ഫസ്റ്റ് അപ്പൊ എന്താ? ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക ഒന്നാമത്തെ ഫംഗ്ഷൻ ആണ് കേട്ടോ. CSSDയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ ആണ് ടു സപ്ലൈ സ്റ്റെറിലൈസ്ഡ് മെറ്റീരിയൽ. സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. രണ്ടാമത് നോക്കിയേ, സെക്കൻഡ് വൺ എന്താ? ടു കോൺട്രിബ്യൂട്ട് എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. എന്താ പറഞ്ഞേക്കുന്നത്? ടു കോൺട്രിബ്യൂട്ട്. കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? സംഭാവന ചെയ്യുക, കോൺട്രിബ്യൂട്ട് ചെയ്യുക. എ റിഡക്ഷൻ ഇൻ ദ ഇൻസിഡൻസ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ. ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം, ആ ഒരു ഇൻസിഡൻസ് കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. മനസ്സിലായോ അതെന്താ ഉദ്ദേശിച്ചത്? നമ്മളെല്ലാ എക്യുപ്മെന്റ്സുകളും പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത പിന്നെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവോ? അവിടെ ഉണ്ടാവോ? ഉണ്ടാവോ? ഇല്ലല്ലോ. എല്ലാ എക്യുപ്മെന്റ്സുകളും നമ്മൾ പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ ഉണ്ടാവില്ല. എല്ലാം ക്ലീൻ ആണ് അല്ലെ? എല്ലാം സ്റ്റെറിലൈസ് ചെയ്താണ്. അപ്പൊ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആയോ നോക്കിയേ? ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. രണ്ട് ഫംഗ്ഷൻ ആയിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നിട്ട് അവിടെ അവർക്ക് എക്സാമിന് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഇൻക്ലൂഡഡ് ഇൻ ദ CSSD ഒന്ന് ചോദിക്കാം. ഫങ്ഷൻസോ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത്? Which of the following are included in the functions of CSSD department? അങ്ങനെ ചോദിക്കാം. അപ്പൊ ആ ഫങ്ഷൻസ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. പോയിന്റ്സുകൾ ഒന്ന് രണ്ട് പ്രാവശ്യം വായിക്കുക. അപ്പൊ നമ്മൾ ഓക്കെയാണ്. അപ്പൊ നോക്കിയേ, സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽ സപ്ലൈ ചെയ്യുക, ഒരു സംശയം വേണ്ട, CSSDയുടെ ഫംഗ്ഷൻ ആണ്. രണ്ടാമത് നോക്കിയേ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കുറയ്ക്കുന്നതിനുള്ള സംഭാവന ചെയ്യുക. ഇനി മൂന്നാമത്തെ നോക്കി, ടു അവോയ്ഡ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. എക്സ്പെൻസീവ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെ? ഹോസ്പിറ്റലിലുള്ള വളരെ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സുകൾ, അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം, ഇരട്ടിപ്പ് ഒഴിവാക്കാം. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്സ്. വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ ഇരട്ടിപ്പ്, ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് നമ്മളിപ്പോ എടുക്കുന്ന എക്യുപ്മെന്റ് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ അടുത്ത ആൾക്ക് ഉപയോഗിക്കാം. മൂന്നാമതൊരു പേഷ്യന്റ് വരുമ്പോഴും അദ്ദേഹത്തിനും നമുക്ക് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് കൊടുക്കാം അല്ലെ? അപ്പൊ നമ്മളിപ്പോ ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും വാങ്ങണ്ടേ അല്ലെ? ആ എക്യുപ്മെന്റ്സ് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നു, അവർക്ക് വേണ്ടി ഞാൻ ആ എക്യുപ്മെന്റ് വാങ്ങണം, അത് എക്സ്പെൻസീവ് ആണ്. അപ്പൊ അത്രയും ഹോസ്പിറ്റലിന് നഷ്ടമല്ലേ? രണ്ടാമത് പേഷ്യന്റ് വന്നു, സെയിം ഇതായിട്ട് രണ്ടാമത് പേഷ്യന്റ് വന്നു, അദ്ദേഹത്തിന് നമ്മൾ രണ്ടാമത് വാങ്ങി, അപ്പൊ ആ പഴയത് അവിടെ ഉണ്ടാവുമല്ലോ ഓൾറെഡി അല്ലെ? അപ്പൊ അങ്ങനെ നമ്മൾ ഓരോരുത്തർക്കും പുതിയത് വാങ്ങാന്ന് പറയുമ്പോ അത് ഇരട്ടിച്ച് വരും അല്ലെ? ആ എക്യുപ്മെന്റ് കുറെ വെച്ചിട്ട് കാര്യമില്ലോ. അപ്പൊ നമുക്ക് എന്താ, ഇത് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരെണ്ണം മതിയല്ലോ. ഒരെണ്ണം മീൻസ് നമ്മൾ കുറെ വാങ്ങണ്ട, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് കുറെ വാങ്ങണ്ട നമുക്ക് അല്ലെ? അപ്പൊ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. നമുക്കത് എന്ത് ചെയ്തെടുക്കാം? സ്റ്റെറിലൈസ് ചെയ്തെടുക്കാം. അപ്പൊ ഒന്നോ രണ്ടോ എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം കഴിഞ്ഞു. അത് തന്നെ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ആ പേഷ്യന്റ് ഉപയോഗിക്കാം. അടുത്ത ആൾ വരുമ്പോൾ വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. അടുത്ത ആൾക്കും വീണ്ടും സ്റ്റെറിലൈസ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പൊ ഹോസ്പിറ്റലിന് എന്താ ലാഭമാണ് അല്ലെ? പുതിയത് എപ്പോഴും വാങ്ങണ്ട.
പിന്നെ അത് ഈ സാധനങ്ങൾ പുതിയത് കുറെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥലം വേണ്ടേ, അല്ലേ? സ്ഥലം വേണ്ടേ? അപ്പൊ അതും നമുക്ക് അങ്ങനെ അതിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാം. മനസ്സിലായില്ലേ? ടു അവോയ്ഡ് ദ ഡ്യൂപ്ലിക്കേഷൻ ഓഫ് എക്സ്പെൻസീവ് എക്യുപ്മെന്റ്. ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സിന്റെ ഇരട്ടിപ്പ് ഒഴിവാക്കാം. നമ്മൾ ഡ്രസ്സ് ഇതുപോലെ തന്നെ നമ്മൾ കുറെ ഡ്രസ്സ് വാങ്ങിക്കൂട്ടാം, നമ്മൾ വീണ്ടും വാഷ് ചെയ്തിട്ട് ആ ഡ്രസ്സ് തന്നെ ഇടൂലേ? അല്ലെങ്കിലോ ഒരു പ്രാവശ്യം നമ്മൾ ഇടുകയാണെങ്കിൽ ആ ഡ്രസ്സ് മുഴുവൻ അവിടെ കൊണ്ടുവന്ന് വെക്കും. അതിന് ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തോണ്ടേ ഇരിക്കും അല്ലെ? ഒരെണ്ണുണ്ടായിരുന്നു, പിന്നെ അത് 5 പിന്നെ 10 അങ്ങനെ. അപ്പൊ നമുക്ക് എന്താ പറയാ, നമ്മളത് വാഷ് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒരു ഡ്രസ്സ് തന്നെ നമുക്ക് പല പ്രാവശ്യം ഇടാം, വാഷ് ചെയ്ത് ഉപയോഗിക്കാം. അങ്ങനെ ഓർക്കാൻ മതി. എന്തായാലും എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്, എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ വിലപിടിപ്പുള്ള എക്യുപ്മെന്റ്സിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കാം. എപ്പോഴും നമുക്ക് വാങ്ങണ്ട. ഓക്കെ, വീണ്ടും അത് ഉപയോഗിക്കാം, റീയൂസ് ചെയ്യാൻ പറ്റും. സ്റ്റെറിലൈസ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കാം. അടുത്ത പോയിന്റ് നോക്കിയേ, 4ാമത്തെ, ടു കീപ് റെക്കോർഡ്സ് ഓഫ് എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്, ഡിസിൻഫെക്ഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്. അടുത്ത നോക്കിയേ, ടു കീപ് റെക്കോർഡ് ഓഫ് ദ എഫിഷ്യൻസി. എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ അതിന്റെ ഗുണം. എഫിഷ്യൻസി ഓഫ് ക്ലീനിങ്ങിന്റെ ഒക്കെ എഫിഷ്യൻസി കാണിക്കുന്ന, ഗുണം കാണിക്കുന്ന. ഡിസിൻഫെക്ഷൻ അടുത്താന്ന് വെച്ചാൽ അണുനശീകരണം എന്നുള്ള മീനിങ്. ആൻഡ് സ്റ്റെറിലൈസേഷൻ പ്രോസസ്, ഡിസിൻഫെക്ഷൻ, ക്ലീനിങ്ങിന്റെ ഒക്കെ എഫിഷ്യൻസി കാണിക്കുന്ന റെക്കോർഡ് കീപ്പ് ചെയ്യുക, സംരക്ഷിക്കുക. ഓക്കെ, അടുത്തത് ടു എക്സിബിറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പ്രദർശിപ്പിക്കുക. എക്സിബിറ്റ് ആൻഡ് ഇമ്പോസ്, ഇമ്പോസ് ചെയ്യാന്ന് വെച്ചാൽ ചുമത്തുക എന്നുള്ളത്. To exhibit and impose control necessary to avoid എന്ന് വെച്ചാൽ prevent, തടയുക. prevent, prevent, തടയുക. Cross infection എന്ന് പറഞ്ഞ എന്താ? is the transfer of harmful microorganism. ട്രാൻസ്ഫർ ചെയ്യുന്നു, അപ്പൊ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്രോസ് ഇൻഫെക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ഹാർംഫുൾ മൈക്രോ ഓർഗാനിസം. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കൊക്കെ ഇൻഫെക്ഷൻ ട്രാൻസ്ഫർ ചെയ്യുന്നത് അവോയ്ഡ്, പ്രിവെന്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള കൺട്രോൾ കാര്യങ്ങൾ നമുക്ക് എക്സിബിറ്റ് ചെയ്യുക, പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ക്രോസ് ഇൻഫെക്ഷൻ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ പ്രദർശിപ്പിക്കുകയും ചുമത്തുകയും ചെയ്യുക. ഓക്കെ, അടുത്ത് നോക്കിയേ, ടു മെയിൻറ്റെയിൻ ആൻഡ് ഇൻവെന്ററി ഓഫ് സപ്ലൈസ് ആൻഡ് എക്യുപ്മെന്റ്സ്. സപ്ലൈകളുടെ, എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങളുടെ ഒക്കെ ഇൻവെന്ററി എന്ന് പറഞ്ഞ എന്താ? വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് വെച്ചാൽ നിലനിർത്തുക. അപ്പൊ സപ്ലൈകളുടെയും എക്യുപ്മെന്റ്സിന്റെ ഒക്കെ വിവര പട്ടികകള് മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഇപ്പൊ എത്രത്തോളം എക്യുപ്മെന്റ്സ് ഉണ്ട്, എത്രത്തോളം സപ്ലൈ ചെയ്തു, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ മൊത്തത്തിലുള്ള ആ ഒരു ഇൻവെന്ററി, വിവര പട്ടികകള് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. CSSTയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ഓക്കെ, അടുത്തത് നോക്കാം. ലാസ്റ്റ് പോയിന്റ്, 7th one, ടു അറേഞ്ച് എ സേഫ് എൻവയോൺമെന്റ് ഫോർ ദ പേഷ്യന്റ് ആൻഡ് സ്റ്റാഫ്. പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള, ഒരു സുരക്ഷിതമായിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക. നമുക്ക് പേടിക്കണ്ടല്ലോ, എല്ലാവരും ക്ലീൻ ആണ് അല്ലെ? സ്റ്റെറിലൈസേഷൻ ചെയ്ത് എല്ലാവരും നമ്മളെ ക്ലീൻ ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് പേഷ്യന്റിനും സ്റ്റാഫിനും ഒക്കെ പേടിക്കണ്ട, ഇൻഫെക്ഷൻ ഉണ്ടോന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനെ സംബന്ധിച്ച് പേടിയൊന്നും വേണ്ട അല്ലെ? അപ്പൊ അങ്ങനെ ഒരു നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കാൻ പറ്റും. പേഷ്യന്റിനും സ്റ്റാഫിനും സേഫ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം അറേഞ്ച് ചെയ്യുക, സൃഷ്ടിക്കുക. എത്രയാണ് CSSTയുടെ ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻ. ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് കേട്ടോ. ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാലും ഫംഗ്ഷൻസ്, CSSTയുടെ പ്രവർത്തനങ്ങൾ അത് ഒരുമിച്ച് തന്നേക്കാണ്, ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും. ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫംഗ്ഷൻസ്. അതായത് ഒബ്ജക്റ്റീവ്സിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് CSST ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആയിട്ടാണെങ്കിൽ ചോദിക്കാം. രണ്ടിലും 7 പോയിന്റ് കോമൺ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ പോയിന്റ്സുകൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഏതെങ്കിലും പോയിന്റ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്ന് നോക്കി. 7 പോയിന്റ് നമ്മൾ പറഞ്ഞു. ഏതെങ്കിലും നിങ്ങൾക്ക് ഒന്നുകൂടെ പറയണോ അല്ലെങ്കിൽ ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടേ. എല്ലാവരും ഓക്കെ ആണോ? പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി എല്ലാവരും.
മനസ്സിലാക്കാം കേട്ടോ. അത് വായിച്ചു കഴിയുമ്പോൾ നമ്മൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ക്ലിയർ ആണോ എല്ലാ പോയിന്റ്സും? ശില്പ, നാൻസി, ചിന്നു, ഓക്കെ ഓക്കെ, ആരതി, ആൻസി, എല്ലാവർക്കും ഓക്കെ ആണ് അല്ലെ? ഓക്കെ ഓക്കെ, ഇന്ന് അടുത്ത സെക്ഷനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, ചെറിയ ചെറിയ പോയിന്റ്സ് അല്ലേ, എല്ലാവരും ക്ലിയർ ആണത്. പിന്നെ അടുത്ത് നോക്കിയേ, ഡിസൈനിങ് ഓഫ് എ CSST. CSSTയുടെ ഡിസൈൻ ആണ് നമ്മൾ പറഞ്ഞേക്കുന്നത്. അതായത് നമ്മളിതിപ്പോ 3 സോണുകളാണ്. ഇവിടെ ആ ഒരു പിക്ചർ കണ്ടോ, നമുക്ക് അതിന്റെ ലേഔട്ട് ആണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. ജനറൽ CSST ഡിസൈൻ കൺസെപ്റ്റ്, അത് ഞാൻ അതിൽ പറയാം. അതിന് മുന്നേ ആ ഒരു പാരഗ്രാഫ് നോക്കാം നമുക്ക്. ഓക്കെ, സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് ദ CSST ഡിഫർ അക്കോർഡിംഗ് ടു ദ ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഉണ്ടോ, സൈസ് CSST ആ ഡിപ്പാർട്ട്മെന്റിന്റെ വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ വ്യത്യാസപ്പെടാം. ഡിഫേഴ്സ്, വ്യത്യാസപ്പെടാം. എന്തനുസരിച്ച്? അക്കോർഡിംഗ് ടു ഹോസ്പിറ്റൽ മാനേജ്മെന്റ്. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് CSSTയുടെ സൈസും ലൊക്കേഷനും ഒക്കെ വ്യത്യാസപ്പെടാം. ഇത്ര സൈസ് വേണം അല്ലെങ്കിൽ കറക്റ്റ് ചെയ്ത് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല. അതായത് അത് മാനേജ്മെന്റിനെ ബേസ് ചെയ്തിട്ട് വ്യത്യാസപ്പെടാം. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വലിയ മാനേജ്മെന്റ് ആണെങ്കിൽ നമുക്ക് CSST നല്ല ആവശ്യമായിട്ട് പണിയാം അല്ലെ, അതിന്റെ സൈസ് കൂട്ടാം. എന്നാൽ അത്ര ഇതല്ല ഒരു ചെറിയൊരു ഹോസ്പിറ്റൽ, അത് ഡിപ്പെൻഡിങ് ആണ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് വെച്ചിരിക്കും. അത് മാനേജ്മെന്റ് ഇപ്പൊ അത്ര ഇതല്ല, ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അതനുസരിച്ചുള്ളതായിരിക്കും സെറ്റിംഗ്സും കാര്യങ്ങളും ഫെസിലിറ്റികളും എല്ലാവരും. ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ, ഒരു പ്രാവശ്യത്തെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സൈസ് ആൻഡ് ലൊക്കേഷൻ ഓഫ് CSST ഡിഫേഴ്സ് അക്കോർഡിംഗ് ടു ഡാഷ്. എന്തനുസരിച്ചാൽ? ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെടാം. ഇനി നോക്കിയേ നെക്സ്റ്റ്, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് പോസിബിൾ ടു ദ ഓപ്പറേഷൻ തിയേറ്റർ. ഒറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ആൻഡ് വാർഡ്സ്. ഇനി നോക്കിയേ, ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് ആസ് നിയർ ആസ് possible to the operation theater, accident and emergency department, ward. ഇത് ഏറ്റവും അടുത്തായിരിക്കും, സാധ്യമായ രീതിയിൽ ഏറ്റവും അടുത്തായിരിക്കും ഇത് ഓപ്പറേഷൻ തിയേറ്ററിനോട്. എന്നുവെച്ചാൽ തിയേറ്ററിലൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സ് ഒക്കെ വേണ്ടി വരുമല്ലോ, പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്തെടുക്കാനൊക്കെ ആയിട്ട്. പിന്നെ ആക്സിഡന്റ് ആൻഡ് എമർജൻസി, അവിടെയും നമ്മൾ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അതൊക്കെ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത് അങ്ങോട്ടേക്കൊക്കെ എളുപ്പത്തിൽ എത്തുന്ന രീതിയിൽ വാർഡ് ഇതിനോടൊക്കെ സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ. It should be located as near as possible to the operation theater, accident and emergency department and wards. ഇതിനോടെല്ലാം ഏറ്റവും അടുത്തായിരിക്കണം. സാധ്യമായ രീതിയിൽ ഏറ്റവും അടുത്തായിരിക്കണം. The CSST layout should be designed in a unidirectional flow. Underline ചെയ്തിട്ട് സെന്റൻസ്. The CSST layout should be designed in a unidirectional flow. Layout എങ്ങനെയാണ് CSST layout ഡിസൈൻ ചെയ്തേക്കണേ? യൂണിഡയറക്ഷണൽ ഫ്ലോ. യൂണിഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ ഉള്ളൂ, ഒറ്റ ഡയറക്ഷനിൽ. അതായത് ഇപ്പൊ നമ്മൾ ഈ CSSTയിൽ നമ്മൾ റിസീവ് ചെയ്യുന്ന ഒരു ചെറിയ വിൻഡോ മാതിരി ഉണ്ട്. അപ്പൊ അവിടെയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളത്, അവിടെയാണ് റിസീവ് ചെയ്യുന്നത്. റിസീവ് ചെയ്തിട്ട് പല ഏരിയകളുണ്ട്, നിങ്ങൾക്ക് ഫങ്ഷണൽ ഏരിയ അവിടെ പഠിക്കാനുണ്ട്. ക്ലീനിങ് ഏരിയ ഉണ്ട്, പാക്കിംഗ് ഏരിയ ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്, അങ്ങനെ ഓരോന്ന് റിസീവിങ് ഏരിയ, അങ്ങനെയൊക്കെ കുറെ ഏരിയകളുണ്ട്. അപ്പൊ ആദ്യം റിസീവ് ചെയ്യുന്ന ഏരിയ റിസീവിങ് ഏരിയ, നെക്സ്റ്റ് അത് ക്ലീനിങ് ഏരിയയിലേക്ക്, പാക്കിംഗ് ഏരിയ, അങ്ങനെ ഓരോ ഏരിയ കൂടെ പോയി സ്റ്റെറിലൈസേഷൻ ചെയ്ത് ലാസ്റ്റ് ആണ് അത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലേക്ക് പോകുന്നത്. അതായത് ഇത്രയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോ ഒരു ലോറി കൂടെ നമ്മള് കൊടുക്കും, എന്നിട്ട് അത് നേരെ പോയി വേറെ ആ ഒരു സ്ഥലത്താണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേന്ന്. നമ്മൾ കൊടുക്കുന്ന ആ വിൻഡോ കൂടെ ഒരിക്കലും ഇത് സ്റ്റെറിലൈസ് ചെയ്തത് അതിൽ കൂടെ തന്നെ തിരിച്ചു തരില്ല. ഓക്കെ, സ്റ്റെറിലൈസ് ചെയ്യാൻ റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ വേറെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഏരിയ വേറെ. ഒറ്റ ഡയറക്ഷനിലേക്കേ പോകുള്ളൂ. നേരെ ഇതിവിടെ നിന്ന് റിസീവിങ് ഏരിയ, അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഏരിയ, പാക്കിംഗ് ഏരിയ, സ്റ്റെറിലൈസേഷൻ ഏരിയ, അങ്ങനെ നേരെ അങ്ങനെ പോകണം. ഒറ്റ ഡയറക്ഷനിലേക്കാ പോകണം, വൺ വേ ആണ്.
ഓക്കെ, നേരെ ഒറ്റ ഡയറക്ഷനിലേക്ക് പോവുള്ളൂ. തിരിച്ച് സ്റ്റെറിലൈസ് ചെയ്തത് ഒരിക്കലും തിരിച്ച് അങ്ങോട്ട് ആ റിസീവിംഗ് ഏരിയയിൽ കൂടെ ഒരിക്കലും തിരിച്ചു കൊടുക്കൂല. റിസീവിംഗ് ഏരിയ ഒരു സ്ഥലത്ത്, അവിടെ നിന്ന് ഒത്തിരി ദൂരെ ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഒറ്റ ഡയറക്ഷനിലേക്ക് പോവുള്ളൂ. മനസ്സിലായോ? അത് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ദ CSST ലേഔട്ട് ഷുഡ് ബി ഡിസൈൻഡ് ഇൻ എ ഡാഷ്. അങ്ങനെ ചോദിക്കാം. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്ന് വെച്ചാൽ എന്താ? ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് പോകുള്ളൂ. അത് ഒരിക്കലും തിരിച്ച് അതേ കൂടെ തന്നെ തിരിച്ചു വരൂല. അപ്പൊ നമ്മൾ കയറുന്ന ഡോറിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങി വരാലോ, അല്ലെ? അതുപോലെ പറ്റൂല. അതായത് റിസീവ് ചെയ്യുന്ന ഏരിയ കൂടെ നേരെ റിസീവ് ചെയ്ത ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് വേറെ സ്ഥലമാണ്. ഓക്കെ, അത്രയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. യൂണി ഡയറക്ഷണൽ ഫ്ലോ എന്നുള്ളത് അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടേക്കാം. ഇനി ഓക്കെ, ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഇനി ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിലോ CSST may be formed in the lower floor right under the OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കണം. ഓക്കെ, ഇൻ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ്, ഇനി ഒന്നിലധികം നിലകളുള്ള ബിൽഡിംഗ് ആണെങ്കിൽ CSST എവിടെയായിരിക്കണം? ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കണം. റൈറ്റ് അണ്ടർ ദ OT. ഓപ്പറേഷൻ തിയേറ്ററിന് തൊട്ട് താഴെയായിരിക്കണം. എന്തിനാ? where the perpendicular movement will be the swift possible movements of the material. മെറ്റീരിയലിന്റെ സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് പെട്ടെന്ന് നമുക്ക് അത് ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് എത്തിക്കണ്ടേ. അപ്പൊ അതിന്റെ മൂവ്മെന്റ് എളുപ്പമാക്കാൻ പെർപെൻഡിക്കുലർ മൂവ്മെന്റ് എന്ന് വെച്ചാൽ നേരെ പോയാൽ മതി മുകളിലേക്ക്, അല്ലെ? ഇപ്പൊ ഒരു ലിഫ്റ്റ് ഉണ്ടെങ്കിൽ ലിഫ്റ്റിൽ നേരെ പോയാൽ മതി. നമ്മൾ വേറെ ദൂരെയൊക്കെ ആണെങ്കിൽ വളഞ്ഞു വളഞ്ഞ് വേറെ വഴിയൊക്കെ കൊണ്ടുപോകേണ്ട വരും. അത്രയും ദൂരം കൊണ്ടുപോകേണ്ട വരും. ഇതിന് വെച്ചാൽ പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ, മനസ്സിലായോ? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ് പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒന്നിലധികം നിലകളിലാണെങ്കിൽ ഈ CSST എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന് ജസ്റ്റ് ബിലോ, തൊട്ട് താഴെയായിരിക്കണം. റൈറ്റ് ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. അപ്പൊ അവിടെ നേരെ ഇങ്ങനെ പെർപെൻഡിക്കുലർ നേരെ അങ്ങോട്ട് പോയാൽ പോരെ. ഇവിടെ നിന്ന് താഴേന്ന് മുകളിലേക്ക് ഒറ്റല്ലോ, അത്രയും മതി. വേറെ വളഞ്ഞു വിഴിഞ്ഞോ അങ്ങനെ ഒന്നും പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പെട്ടെന്ന് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. The perpendicular movement will be swift possible movement of materials. Okay, clear ആയോ അത്രയും കാര്യങ്ങള്? അപ്പൊ CSSTയുടെ സൈസും ലൊക്കേഷനും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും പറഞ്ഞേക്കുന്നത്. അത് ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് എവിടെയായിരിക്കണം എന്നാ പറഞ്ഞേക്കണേ? ഓപ്പറേഷൻ തിയേറ്റർ, ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, വാർഡുകളും ഇതിനോടൊക്കെ ഏറ്റവും സാധ്യമായ രീതിയിൽ അടുത്തായിരിക്കണം. പിന്നെ അതിന്റെ ലേഔട്ട് എങ്ങനെയാണ്? യൂണി ഡയറക്ഷണൽ ഫ്ലോ, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമാണ് ഈ മെറ്റീരിയൽസുകൾ കൊണ്ടുപോകുള്ളൂ, എക്യുപ്മെന്റ്സുകൾ കൊണ്ടുപോകുന്നത്. ഇനി ഒന്നിലധികം നിലകളിലാണെങ്കിൽ മൾട്ടി സ്റ്റോർഡ് ബിൽഡിംഗ് ആണെങ്കിൽ ഈ CSST എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തിയേറ്ററിന് ജസ്റ്റ് ബിലോ, തൊട്ട് താഴെയായിരിക്കണം. റൈറ്റ് ലോവർ ഫ്ലോർ റൈറ്റ് അണ്ടർ ദ OT. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ? പെട്ടെന്ന് പെർപെൻഡിക്കുലർ മൂവ്മെന്റ് വിൽ ബി ദ സ്വിഫ്റ്റ് പോസിബിൾ മൂവ്മെന്റ് ഓഫ് ദ മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽസ് പെട്ടെന്ന്, ഇപ്പൊ സർജറി ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സ്റ്റെറിലൈസ് ചെയ്ത മെറ്റീരിയൽസ് എത്തിക്കേണ്ടതൊക്കെ ആയിട്ട് വരാം. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളുടെ വേഗം തിയേറ്ററിലേക്ക് ഈ സ്റ്റെറിലൈസ് ചെയ്ത എക്യുപ്മെന്റ്സുകളെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എവിടെ ആയിരിക്കണം? ഇതിന്റെ തൊട്ട് താഴെ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു പാരഗ്രാഫിൽ വരുന്നത്. ഇനി നോക്കിയേ ജനറൽ CSST ഡിസൈൻ കൺസെപ്റ്റ് നോക്കിയേ. അതിനകത്ത് നമ്മൾ CSSTയുടെ ഡിസൈനിങ് പറയുമ്പോൾ അവിടെ 3 സോണുകൾ ഉണ്ട്. ചോദിക്കൂ കേട്ടോ, ഏതൊക്കെയാണ് 3 സോണുകൾ? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ഏതൊക്കെയാ 3 സോണുകള്? ജസ്റ്റ് പറയുമ്പോ നിങ്ങളും അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞൊക്കെ പോവുക കേട്ടോ. ഏതൊക്കെയാണ്? സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. 3 സോണുകളാണുള്ളത്. അതിനകത്ത് സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ്ഡ് ഐറ്റംസ് ഇല്ലേ, ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസുകൾ, മെറ്റീരിയൽസ്, എക്യുപ്മെന്റ്സുകൾ, അതാണ് സോയിൽഡ് സോണിൽ വരുന്നത്. നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സുകള് സോയിൽഡ് സോൺ. നെക്സ്റ്റ് തൊട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പോകുന്ന ക്ലീൻ സോണിലേക്കാണ്. ക്ലീൻ ആക്കിയിട്ടുള്ള ഒന്ന് യൂസ് ചെയ്ത എക്യുപ്മെന്റ്സുകളൊക്കെ നെക്സ്റ്റ് പോകുന്നത് ഒന്ന് നമ്മൾ തന്നെയോ അല്ലെങ്കിൽ മെഷീന്റെ സഹായത്തോടുകൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യും. എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ക്ലീൻ സോൺ ആണ്. പിന്നെ അടുത്തത് സ്റ്റെറൈൽ സോൺ. അപ്പൊ 3 സോണുകൾ ഏതൊക്കെയാന്ന് നോക്കാം. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. ഇനി അതിന്റെ ഇടയ്ക്ക് നോക്കി എന്തുണ്ട്? അവിടെ ഒരു ബാരിയേഴ്സ് ഉണ്ട്. ബാരിയർ എന്ന് പറഞ്ഞാൽ തടസ്സമുണ്ട്. അതായത് സോയിൽഡ് സോണും ക്ലീൻ സോണും തമ്മിൽ എന്താണ്? മിക്സ് ആവാൻ പാടില്ല, അല്ലെ?
ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് അത് ക്ലീൻ ആക്കിയ ഐറ്റമായിട്ടൊന്നും മിക്സ് ചെയ്യാനൊന്നും പാടില്ല. എന്താണെന്ന് വെച്ചപ്പോ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചു, വീണ്ടും ഇതുമായിട്ട് ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്താ അത് വീണ്ടും അതിലേക്ക് എന്താ മൈക്രോബ്സ് ഒക്കെ വരാം അല്ലെ. ആ സോയിൽഡ് സോണിൽ നിന്ന് ക്ലീൻ സോണിലേക്ക് നമുക്ക് മൈക്രോബ്സ് ഒക്കെ വരാം. അപ്പൊ അതുകൊണ്ട് അത് തമ്മിൽ മിക്സ് ആവാൻ പാടില്ല. അതിന്റെ ഇടയിൽ ബാരിയേഴ്സ് ഉണ്ട്, ഒരു തടസ്സമുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അത് പരസ്പരം കോണ്ടാക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി. വീണ്ടും ഇപ്പൊ സ്റ്റെറിലൈസ് ചെയ്തത് ഒക്കെ വീണ്ടും ഇതുമായിട്ടൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല, വീണ്ടും അതിലേക്ക് എന്ത് ചെയ്യാം, മൈക്രോബ്സ് ഒക്കെ സ്പ്രെഡ് ചെയ്യാം. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി 3 സോണുകളും തമ്മിൽ അതിന്റെ ഇടയിൽ ഒരു ബാരിയേഴ്സ് ഉണ്ട്. അത് തന്നെയാണ് നിങ്ങൾ അടുത്ത പേജിൽ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. ദ പ്ലാനിങ് ഓഫ് ദ CSST. നോക്കി, the materials or items from taint and germ-free area should not get mixed. കണ്ടോ, മെറ്റീരിയൽ or item from the taint and germ-free area. taint എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടാമിനേറ്റഡ്, മലിനമായിട്ടുള്ള, കണ്ടാമിനേറ്റഡ് മലിനമായിട്ടുള്ള ഏരിയകൾ ആൻഡ് ജേം ഫ്രീ ആയിട്ടുള്ള ഏരിയയും തമ്മിൽ പരസ്പരം മിക്സ് ചെയ്യാൻ പാടില്ല. ഷുഡ് നോട്ട് ഗെറ്റ് മിക്സ്ഡ്. അത് പരസ്പരം മിക്സ് ചെയ്യാൻ പാടില്ല. there should be a physical fencing between soiled, clean and sterile zone. അതിന്റെ ഇടയിൽ എന്തുണ്ടാക്കണം? ഫിസിക്കൽ ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ബാരിയർ തന്നെയാണ് കേട്ടോ, തടസ്സമാണ്. ഫിസിക്കൽ ഫെൻസിങ്, ബാരിയർ ഉണ്ടായിരിക്കണം, തടസ്സം ഉണ്ടായിരിക്കണം. ഏതൊക്കെ തമ്മിലാ? ബിറ്റ്വീൻ സോയിൽഡ്, ക്ലീൻ, സ്റ്റെറൈൽ സോൺ. 3 സോണുകളുടെയും ഇടയിൽ ഒരു ഫിസിക്കൽ ഫെൻസിങ്, ഒരു ബാരിയർ, ഒരു തടസ്സം ഉണ്ടായിരിക്കണം. so that the risk of cross infection spread is reduced. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ ബാരിയർ വെച്ചേക്കണേ? ആ ക്രോസ് ഇൻഫെക്ഷൻ സ്പ്രെഡ് ഈസ് റെഡ്യൂസ്ഡ്. ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് എന്താ? ഒഴിവാക്കുന്നതിന് വേണ്ടി, ആ റിസ്ക്, ഒരു അപകടം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് 3 സോണുകളുടെയും ഇടയിൽ ഒരു ബാരിയേഴ്സ് ഉണ്ട്. മനസ്സിലായോ? so that the risk of cross infection spread is reduced. അതായത് ക്രോസ് ഇൻഫെക്ഷൻ അതായത് ആ സ്പ്രെഡ് ചെയ്യുന്നത് റെഡ്യൂസ് ചെയ്യാം, കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഒരു റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യരുത്. അതാ ഉദ്ദേശം. സ്പ്രെഡ് ചെയ്യുന്നത്, ആ റിസ്ക് ഒഴിവാക്കുന്നതിന് വേണ്ടി 3 സോണുകളുടെയും ഇടയിൽ എന്തുണ്ട്? ഒരു ബാരിയേഴ്സ് ഉണ്ട്. The clean area should be stained at a positive pressure. ശ്രദ്ധിച്ചേ, ആ ക്ലീൻഡ് ഏരിയ എപ്പോഴും എങ്ങനെയായിരിക്കണം? ഒരു പോസിറ്റീവ് പ്രഷർ അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. എല്ലാം നല്ല നീറ്റ് ആയിരിക്കണം, നല്ല ക്ലീൻഡ് ആയിരിക്കണം. എന്നുവെച്ചാൽ ഒരു മൈക്രോബ്സോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാടില്ല. അവിടെ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ അവിടെ നിലനിർത്തണം. The area of the work should be made of. ഇനി ആ ഏരിയ, വർക്ക് ഏരിയ എങ്ങനെ നമുക്ക് നിർമ്മിക്കാം? Made of marble, granite or stainless steel. മാർബിൾ കൊണ്ടോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് മെയ്ഡ് ചെയ്യാം. The sterilization must be arranged for autoclaving by steam as well as gas. Autoclave പഠിക്കാനുണ്ട് കേട്ടോ, ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് പറയാം, ഇത്രയും ഒന്ന് ഓർത്ത് വെക്കാം. ഈ സ്റ്റെറിലൈസേഷൻ നമ്മൾ ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ പ്രഷർ കുക്കർ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ്. സർജിക്കൽ എക്യുപ്മെന്റ്സുകളൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രഷർ കുക്കർ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. ഓട്ടോക്ലേവ്. ഓക്കെ, സ്റ്റെറിലൈസേഷൻ എങ്ങനെയാകാം? ഓട്ടോക്ലേവിംഗ് വഴിയാകാം. ബൈ സ്റ്റീം. അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇതാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവിൽ നടത്തുന്നത്. അതായത് നമ്മൾ സ്റ്റീം ഉപയോഗിച്ചിട്ട് എന്താ നമ്മൾ നീരാവി നല്ല അത് എന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പൊ വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രിയിലാ നമ്മുടെ വാട്ടർ ബോയിൽ ആവുന്നത്? വെള്ളം തിളയ്ക്കുന്നത് എത്ര ഡിഗ്രിയിലാ? 100 ഡിഗ്രി. ഓക്കെ, 100 ഡിഗ്രിയിൽ വെള്ളം തിളയ്ക്കും. അപ്പൊ ഈ ഓട്ടോക്ലേവ് എബോവ് 100 ഡിഗ്രി ആണ്. ഇവിടെ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ അവിടെ പഠിക്കണ്ട കേട്ടോ. 121 ഡിഗ്രി സെൽഷ്യസിലാണ് അവിടെ ഓട്ടോക്ലേവില് ഇത് വരുന്നത്. അപ്പൊ നോക്കി എത്രമാത്രം കൂടുതലാന്ന് നോക്കി, അത്രയും സ്റ്റീമാണ് അവിടെ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഓട്ടോക്ലേവില് എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇപ്പോ
100 ഡിഗ്രി ആണ്. ടെമ്പറേച്ചർ എബോവ് 100 ഡിഗ്രി ആണ് ഓട്ടോക്ലേവ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്താവുന്നത്. ഗ്യാസ് വഴി, അതായത് ഈ ചില എക്യുപ്മെന്റ്സുകളിലേക്ക് എത്തിയിട്ട് അതൊക്കെ പഠിക്കാണ്ട് കേട്ടോ. നിങ്ങൾ പ്ലാസ്റ്റിക് ആയിട്ടുള്ള ഐറ്റംസുകളിൽ എൻഡോസ്കോപ്പ് അങ്ങനെയുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എത്തിയിട്ട് ഇതൊക്കെ നമുക്ക് സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള എക്യുപ്മെന്റ്സുകൾ അത് ചൂടടിച്ചു കഴിഞ്ഞാൽ ഉരുകി പോവില്ലേ? സ്റ്റീം സ്റ്റെറിലൈസേഷൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ളത് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഗ്യാസ് വഴിയാണ്. ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ആണ് നടത്തുന്നത്. അതും ഡീറ്റെയിൽ പഠിക്കാണ്ട് കേട്ടോ. ഒരു പേജ് കഴിഞ്ഞിട്ട് നമുക്ക് 2 പേജ് കഴിഞ്ഞിട്ട് അടുത്തത് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പഠിക്കാണ്ട്. അപ്പൊ അതേക്കുറിച്ച് ഡീറ്റെയിൽ പറയാം. ഇതിനകത്ത് ഇത്രയും മനസ്സിലാക്കി വെക്കാം. സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ, അതായത് ഓട്ടോക്ലേവ് വഴിയോ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനോ നടത്തുന്നു. ക്ലിയർ ആയോ അത്രയും കാര്യങ്ങൾ അതിനകത്ത് പറഞ്ഞേക്കുന്നത്? ഓക്കെ. അപ്പോ ജെൻഫ്രി ഏരിയയും ക്ലീൻഡ് ആയിട്ടുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഏരിയയും തമ്മിൽ മിക്സ് ചെയ്യാൻ പാടില്ല. അതിന്റെ ഇടയിൽ എന്തുണ്ടായിരിക്കണം? ഒരു ബാരിയർ ഉണ്ടായിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാ? ആ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്ന ആ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ബാരിയർ ഉണ്ടായിരിക്കണം. ഫ്ലോർ എങ്ങനെയായിരിക്കണം? അത് പറഞ്ഞില്ലല്ലോ, ആ ഒരു സെന്റൻസ് നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ദ ഫ്ലോർ എങ്ങനെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. കണ്ടോ, തെന്നി പോകാത്തതായിരിക്കണം. ദ ഫ്ലോർ ഷുഡ് ബി സ്മൂത്ത്, നോൺ സ്കിഡ് ആൻഡ് പവർഫുൾ. അതായത് തറ എങ്ങനെയായിരിക്കണം എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് ആയിരിക്കണം, പക്ഷെ സ്കിഡ് ചെയ്യാൻ പാടില്ല. നോൺ സ്കിഡ്, തെന്നി പോകരുത്, നല്ല ബലം ഉണ്ടായിരിക്കണം, പവർഫുൾ ആയിരിക്കണം. ഇതൊക്കെ നല്ല വെയിറ്റ് ഉള്ള മെഷീനൊക്കെ അല്ലേ. അപ്പൊ അതൊക്കെ വെക്കുമ്പോ നമ്മുടെ ഫ്ലോറൊക്കെ പൊട്ടിപ്പോവാതെ ഒക്കെ നല്ല പവർഫുൾ ആയിരിക്കണം. ഓക്കെ. എന്നിട്ട് നെക്സ്റ്റ് സെന്റൻസ് ആണ് പറഞ്ഞത് ക്ലീൻ ഏരിയയിൽ എപ്പോഴും ഒരു പോസിറ്റീവ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ വർക്ക് ഏരിയ എങ്ങനെയായിരിക്കണം? മാർബിളോ ഗ്രാനൈറ്റോ സ്റ്റെയിൻലെസ് സ്റ്റീലോ ഉപയോഗിച്ചിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റും. സ്റ്റെറിലൈസേഷൻ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. സ്റ്റീം വഴിയും സ്റ്റെറിലൈസേഷൻ ചെയ്യാം, ഗ്യാസ് വഴിയും സ്റ്റെറിലൈസേഷൻ നടത്താം. സ്റ്റീം സ്റ്റെറിലൈസേഷൻ, സ്റ്റീം വഴി സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഓട്ടോക്ലേവിംഗ് ബൈ സ്റ്റീം വഴി ഓട്ടോക്ലേവ് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇനി അതിനകത്ത് വർക്ക് ഫ്ലോ ആണ്. ഇത് വേറെ ഒന്നുമില്ല കേട്ടോ. ഇത് നേരെ ഡയറക്റ്റ് അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുന്നത്. വർക്ക് ഫ്ലോ ഓഫ് CSST ഏതൊക്കെയാണ്? ആ ഓർഡർ മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഏതാ? റിസീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വാങ്ങുന്ന, റിസീവ് ചെയ്യുന്ന ഏരിയ. അത് ആദ്യം എന്ത് ചെയ്യുന്നു? ഈ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള എക്യുപ്മെന്റ്സുകൾ റിസീവ് ചെയ്യുന്നു. അതാണ് റിസീവ് ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യും? റിൻസിങ്. റിൻസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? RINSING, റിൻസിങ്. എന്താണ് റിൻസ് ചെയ്യാന്ന് പറഞ്ഞ? ഏതാണ് റിൻസ് ചെയ്യാന്ന് വെച്ചാൽ? കഴുകുക. ഓക്കെ, വെറുതെ ഒന്ന് കഴുകും. അപ്പൊ എക്യുപ്മെന്റ്സുകൾ, കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആദ്യം എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യും. പാസിംഗ് വാട്ടർ. ഓക്കെ, റിൻസ് ചെയ്യും. വെറുതെ വെള്ളത്തിലൊന്ന് റിൻസ് ചെയ്യും, കഴുകും. നെക്സ്റ്റ് നോക്കി, മൂന്നാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ക്ലീനിങ്. അത് ക്ലീൻ ചെയ്യും, കുറച്ചും കൂടി ക്ലീൻ ചെയ്യും. അടുത്ത് നോക്കിയാൽ എന്നിട്ട് അത് ഡ്രൈ ചെയ്യാൻ വെക്കും, ഉണങ്ങാൻ അനുവദിക്കും. ക്ലീൻ ചെയ്തിട്ട് ഡ്രൈയിങ് ചെയ്യും, ഉണങ്ങും. എന്നിട്ട് അടുത്ത് നോക്കി, ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ്. ചെക്ക് ചെയ്യും. ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലി നമ്മൾ ചെക്ക് ചെയ്യും. ഇനി അതിൽ എന്തെങ്കിലും അൺഷാർപ്പൻഡ് ആയിട്ട് മൂർച്ചയില്ലാത്തതുണ്ടോ, അല്ലെങ്കിൽ വളഞ്ഞു പോയിട്ടുള്ളതുണ്ടോ, ഉപയോഗിക്കാൻ പറ്റാത്ത ഏതെങ്കിലും എക്യുപ്മെന്റ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി അവര് എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് ട്രേയിലേക്ക് അസംബിൾ ചെയ്യും. ഓരോ ട്രേയിലേക്ക് ഈ എക്യുപ്മെന്റ്സുകൾ അങ്ങനെ കയറ്റി വെക്കും. എന്നിട്ട് അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ നടത്തും. ഓക്കെ, സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് അടുത്തത് ഒരു ലേബലിംഗ് വന്നിട്ടുണ്ട്. അത് എന്നാണ് സ്റ്റെറിലൈസേഷൻ ചെയ്തത്, അതിന്റെ എക്സ്പയറി ഡേറ്റ് ഒക്കെ ഇല്ലേ, ഇത്ര നാൾ ഇത് ഉപയോഗിക്കാന്നൊക്കെ, അങ്ങനെ ഏതായിട്ടാണ് എന്നുള്ളതൊക്കെ വെച്ചിട്ട് അവരൊരു സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് ഒരു ലേബലിംഗ് വരുന്നുണ്ട്. പിന്നെ അടുത്തത് എന്ത് ചെയ്യുന്നു? അത് താൽക്കാലികമായിട്ട് CSSTയിൽ തന്നെ സ്റ്റോർ ചെയ്യും. പിന്നെ അതെന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഇഷ്യൂ ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ അതിന്റെ വേറൊന്നും ഡീറ്റെയിൽ പഠിക്കണ്ട കേട്ടോ. നിങ്ങൾ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ആദ്യം എന്താ? റിസീവ്, റിൻസിങ്, ക്ലീനിങ്, ഡ്രൈയിങ്, ചെക്കിങ് ആൻഡ് ട്രേ അസംബ്ലിങ്, സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞ് പിന്നെ ലേബലിംഗ്, പിന്നെ അടുത്ത സ്റ്റോറേജ്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഇത്രയും കിട്ടിയോ? വർക്ക് ഫ്ലോ കിട്ടിയോ? ഓക്കെ, ഓർഡർ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി ഡീറ്റെയിൽ ഇതിന്റെ ഫങ്ഷണൽ ഏരിയയിൽ പഠിക്കണ്ട കേട്ടോ.
ഡീറ്റെയിൽ ആയിട്ട് ഓരോ പാരഗ്രാഫ് വൈസ് അവിടെ പഠിക്കുന്നുണ്ട് നമ്മള്. ഇപ്പൊ ജസ്റ്റ് എന്താണ് അതെന്നുള്ള ആ ഒരു പ്രോസസ്സ്, ആ വർക്ക് ഫ്ലോ എന്താണെന്നുള്ളത് മാത്രം ഒന്ന് നോക്കി വെക്കുക. ഇനി അടുത്തതാണ് ഓർഗാനോഗ്രാം. ഇതുകൂടി ഇത് സിമ്പിൾ ആണ്. ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിലുള്ള ആളുകളോ അവരുടെ ജോബുകളോ ഒക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ഡയഗ്രമാണ് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞു. അതിനകത്ത് ടോപ്പിൽ നിൽക്കുന്ന CSSD-യില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന CSSD ഇൻചാർജ് ഓർ മാനേജർ. ആരാ ഏറ്റവും മുകളിൽ? CSSD മാനേജർ ആണ്, ഇൻചാർജ് ഓർ മാനേജർ. തൊട്ട് താഴെ വരുന്നതാണ് CSSD ടെക്നീഷ്യൻ. ആരാണ്? CSSD ടെക്നീഷ്യൻ. CSSD ടെക്നീഷ്യന്റെ തൊട്ട് താഴെ CSSD അസിസ്റ്റന്റ് വരുന്നുണ്ട്. CSSD അസിസ്റ്റന്റുകൾ. ടെക്നീഷ്യന്റെ താഴെ ആരാ? അസിസ്റ്റന്റ് വരുന്നുണ്ട്. നെക്സ്റ്റ് തൊട്ട് താഴെ ക്ലർക്ക് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പേഴ്സ്. കീപ്പർ ആണ് കേട്ടോ, KEEPER ആണ് കേട്ടോ കീപ്പർ. സ്പെല്ലിംഗ് അതിനകത്തൊന്ന് കറക്റ്റ് ചെയ്തേ നിങ്ങളുടെ ടെക്സ്റ്റിലൊന്ന്. സ്റ്റോർ കീപ്പർ, STOREKEEPER കീപ്പർ. ക്ലർക്കുകള് അല്ലെങ്കിൽ സ്റ്റോർ കീപ്പറുകൾ വരുന്നുണ്ട്. ദെൻ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് വരുന്നുണ്ട്. അതാണ് അതിന്റെ ഓർഗാനോഗ്രാം. ഇതും നിങ്ങൾ വേറെ ഡീറ്റെയിൽ ഒന്നും ഇല്ല ഇതിനകത്ത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു CSSD? അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ. ഓക്കെ, which of the following organogram is correct relating to CSSD? CSSD in charge or manager, CSSD technician, CSSD assistant, clerk or storekeeper, housekeeping staff. ഇതിനകത്ത് ഇങ്ങനെ ചോദിക്കാം, which of the following organogram is correct related to CSSD? അന്നത്തെ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഓർഡർ അവർ തെറ്റിച്ചു തരും. അപ്പൊ നമ്മൾ കറക്റ്റ് ഓർഡർ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അത്രയും കാര്യങ്ങള് ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്ത ഫങ്ഷണൽ ഏരിയ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാണ്ട് കേട്ടോ. 6 ഫങ്ഷണൽ ഏരിയ വരുന്നുണ്ട്. പേര് മാത്രം ഒന്ന് നോക്കി വെക്കാം. ഫങ്ഷണൽ ഏരിയ, CSSD-യുടെ ഫങ്ഷണൽ ഏരിയ. ആദ്യം എന്താ ചെയ്യാ? നമ്മൾ റിസീവ് ചെയ്യുന്നതല്ലേ, റിസീവ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, റിസീവിംഗ് ഏരിയ. രണ്ടാമത്തെ അത് ക്ലീൻ ചെയ്യുന്ന ഏരിയ ഉണ്ട്, ക്ലീനിങ് ഏരിയ. നെക്സ്റ്റ് അത് പാക്കിംഗ്, ക്ലീൻ ചെയ്തിട്ട് പാക്ക് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്, പാക്കിംഗ് ഏരിയ. പാക്ക് ചെയ്തിട്ട് അത് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. പിന്നെ അത് സ്റ്റോർ ചെയ്യുന്ന ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ. എന്നിട്ട് അത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്ന ഏരിയ ഉണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. അങ്ങനെ 6 ഫങ്ഷണൽ ഏരിയ ഉണ്ടെന്ന് നോക്കാം. വേറെ ഡീറ്റെയിൽ ഒന്നും ഇപ്പൊ നോക്കണ്ട, ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഫങ്ഷണൽ ഏരിയ അപ്പൊ എത്ര ഉണ്ട്? എത്ര ഫങ്ഷണൽ ഏരിയ ഉണ്ട് CSSD-യില്? എത്രണ്ട്? 6 ഫങ്ഷണൽ ഏരിയ അറ്റ് CSSD. ഡീറ്റെയിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അത്രയും മതി. ഒന്ന് പെട്ടെന്ന് ഒന്ന് റിവൈസ് ചെയ്യാം. നമുക്ക് കുറച്ചെടുത്തോളൂ നമ്മൾ. അപ്പൊ CSSD എന്താന്ന് പറഞ്ഞു? എന്താ മെയിൻ ആയിട്ട്? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള കൺലാമിനേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളൊക്കെ റിസീവ് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അണുവിമുക്തമാക്കി ആ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് CSSD എന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാ? പേഷ്യൻസിന് ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല അല്ലെ, പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് CSSD-യുടെ എക്സ്പാൻഡഡ് ഫോം പഠിക്കാം. ഇനി നമ്മൾ പറഞ്ഞത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് ഫങ്ഷൻസ് ആണ്. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ്? ലക്ഷ്യങ്ങള്, പ്രവർത്തനങ്ങളും. അത് ഒരുമിച്ച് കിടക്കുന്നത്. ഒബ്ജക്റ്റീവ് ചോദിച്ചാലും ഫങ്ഷൻസ് ചോദിച്ചാലും ഇത് തന്നെയാണ് കേട്ടോ. ഈ പോയിന്റ്സുകൾ നോക്കി വെക്കുക എന്തൊക്കെയാണ്. പിന്നെ ഡിസൈനിങ് ആ പറഞ്ഞത് എവിടെയായിരിക്കും എന്ന് പറഞ്ഞു. ഇങ്ങനെ ഡിസൈനിങ് എന്താണ് അതിനകത്ത് പറഞ്ഞേക്കണേ? CSSD layout should be designed in a unidirectional, ഒറ്റ ഡയറക്ഷനിലേക്ക് മാത്രമേ പോകുള്ളൂ. യൂണിഡയറക്ഷണൽ ഫ്ലോ എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ അതിനകത്ത് CSSD ഡിസൈൻ കൺസെപ്റ്റിൽ 3 സോൺ പറഞ്ഞു. സോയിൽഡ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ സോൺ. 3 സോണുകൾ, അതിന്റെ ഇടയിൽ ബാരിയേഴ്സ് ഉണ്ട്. ഓക്കെ, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ, റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് 3 സോണുകളുടെ ഇടയിലും ബാരിയർ വെച്ചത്. പിന്നെ അതിനകത്ത് നമ്മൾ എന്താ പറഞ്ഞേക്കുന്നത്? വർക്ക് ഫ്ലോ ആണ് പറഞ്ഞേക്കുന്നത് അല്ലെ. അതിനകത്ത് വർക്ക് ഫ്ലോ നോക്കുക, ഓർഡർ നോക്കുക. പിന്നെ അടുത്തത് ഓർഗാനോഗ്രാം, ഡയറക്റ്റ് നമ്മൾ അതിന്റെ ഏതാണ് കറക്റ്റ് ചെയ്യുക, ഓർഗാനോഗ്രാം. പിന്നെ ഫങ്ഷണൽ ഏരിയ എത്രണ്ണുണ്ട്? 6 ഉണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. എല്ലാവർക്കും ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ കുറച്ചെടുത്തുള്ളൂ. ഇതിക്ക് അത്രയും ക്ലിയർ ആയില്ലേ? ഓക്കെ അല്ലേ? ഇന്ന് ഒരു പ്രാവശ്യം വായിക്കൂല്ലേ? ഇന്ന് തന്നെ എല്ലാവരും ഇന്നെടുത്ത് അത്രയും ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ പിള്ളേരെ? നിങ്ങൾക്ക് ക്ലിയർ ആവായിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും മനസ്സിലാവായിക്കൊക്കെ ഉണ്ടോ? കുഴപ്പമൊന്നുമില്ലല്ലോ.
എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അപ്പം മെസ്സേജ് ചെയ്തിടണം കേട്ടോ. ഒന്നുകൂടി പറയാനോ എത്ര പ്രാവശ്യം വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് തന്നതിന് എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പക്ഷെ ക്ലാസ്സിലിരിക്കുന്ന എല്ലാവരും മനസ്സിലാക്കുക, വൃത്തിയായിട്ട് പഠിക്കാം, അത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുടെ അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നാളെയല്ലോ, മറ്റന്നാളല്ലേ, വെനസ്ഡേ ഉണ്ട്. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.